അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ വലിയ തൗഫീഖ് നസീബാക്കിയ പടച്ച തമ്പുരാന് സർവ്വസ്തുതികളും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രധാനിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനമുള്ള ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹു വലിയ ബറക്കത്തിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു വിന്യസിച്ചിരിക്കുന്ന, അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ രൂപം, അല്ലാഹുവിന്റെ ഈ ഭൗമോപരിതലത്തിൽ, ലോകത്തിൽ, ഈ ദുനിയാവിൽ ഏറ്റവും നല്ല സൃഷ്ടികൾ ആരാണ്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. മനുഷ്യരെയാണ് അല്ലാഹു ഏറ്റവും നല്ല നിലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന പരിശുദ്ധമായ ഖുർആൻ. അല്ലേ? നമ്മളെ മയില് പീല് വിടർത്തി ആടുമ്പോൾ നമ്മൾ പറയും, എന്തൊരു രസമാണ്. നല്ല അലങ്കാര മത്സ്യങ്ങളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തൊരു രസമാണ്. നല്ല ചിത്രശലഭങ്ങളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തോ ഒരു ഭംഗിയാണ്. അങ്ങനെ ഓരോ സൃഷ്ടികളെയും കാണുമ്പോൾ അതിന്റെ സൗന്ദര്യം നമുക്ക് എന്ത് ചെയ്യാം, ആസ്വദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് നോക്കാറുണ്ട്. എന്നാൽ ഖുർആൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നാണ്. മനുഷ്യനെയാണ് അല്ലാഹു നല്ല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ ഓരോ അവയവങ്ങളും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്, ഓരോ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ മനുഷ്യന്റെ ബാധ്യതയുമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യന്റെ അവയവത്തിൽപ്പെട്ട ഒന്നാണ് മുടി എന്നുള്ളത്. തലയിൽപ്പെട്ട ഒന്നാണ് മുടി. ആ മുടിയെ പറ്റി ചെറിയൊരു വിവരണമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മുടി നരച്ചാൽ എന്ത് ചെയ്യണം? ആ നരച്ച മുടി അവിടെ വെക്കണോ, പിഴുത് കളയണോ? ആ നര ബാധിച്ചാൽ, ചില ആളുകൾക്ക് നെറ്റിയിൽ നര ബാധിക്കും, അതിന്റെ അടയാളം എന്താണ്? സൈഡിൽ നര ബാധിച്ചാൽ അടയാളം എന്താണ്? അതുപോലെ പുറകിൽ നര ബാധിച്ചാൽ എന്താണ്? ഉച്ചിയിൽ നര ബാധിച്ചാൽ എന്താണ്? അങ്ങനെ തുടങ്ങി നരയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നാവിന്, കണ്ണിന്, മൂക്കിന്, അങ്ങനെ ഓരോ അവയവത്തിനും. നമ്മുടെ ചൂണ്ട് വിരൽ മുറിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, കുഞ്ഞു വിരൽ മുറിഞ്ഞെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, വലിയ ആവശ്യമൊന്നും വരണില്ലേ. പക്ഷെ കുഞ്ഞു വിരൽ മുറിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടറിയുക. ഇപ്പൊ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഒരു മനുഷ്യന് മുടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു മുടി ഉള്ള മനുഷ്യൻ ആ മുടിയെ ഫൽ യുക്രിം, അവൻ അതിനെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ മുടിയുള്ളവൻ അതിനെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ ആ മുടിയെ വൃത്തിയാക്കണം, ആ മുടി അതിനെ പരിപാലിക്കണം. അത് സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുടി ജടബാധിച്ച് വല്ലാതെ ജടപിടിച്ചൊരു മനുഷ്യൻ വന്നപ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മോനെ, ഈ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പാടില്ലേ? മുടി ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പാടില്ലേ? അപ്പൊ മുടി ചീകൽ, ആ മുടിയെ കൊണ്ട് നടക്കൽ, ആ മുടി വൃത്തിയാക്കൽ നല്ലതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോയാലും കയ്യിലൊരു മേക്കപ്പ് കിറ്റ് ഉണ്ടാവും. നബി തങ്ങൾക്ക് എന്തിനാ അപ്പൊ മേക്കപ്പ്? അള്ളാഹിന്റെ റസൂൽ സുന്ദരനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ സൗന്ദര്യമാണല്ലോ ലോകത്തിന് മുഴുവനും കൊടുത്തിരിക്കുന്നത്. എന്നാലും അള്ളാഹിന്റെ റസൂൽ എവിടെയെങ്കിലും പോയാൽ കയ്യിലൊരു ചെറിയൊരു ചെറിയൊരു കിറ്റ് ഉണ്ടാവും, മേക്കപ്പ് കിറ്റ് നമുക്ക് പറയാം. ആ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണ്? ഒരു ചെറിയ കണ്ണാടി, മുഖം നോക്കുന്ന ചെറിയൊരു കണ്ണാടി, ചെറിയൊരു ചീപ്പ്, മുടി കോതുന്ന ചെറിയൊരു ചീപ്പ്, പിന്നെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഉണ്ടാകും കണ്ണിലിടുന്ന സുറുമ ഉണ്ടാകും, തലയിൽ തേക്കുന്ന എണ്ണ ഉണ്ടാകും, അതുപോലെ അത്തർ ഉണ്ടാകും, അതുപോലെ അറാക്ക് ഉണ്ടാകും. ഈ 6 കാര്യങ്ങൾ നിബിധങ്ങൾ എവിടെ പോയാലും കൊണ്ടുപോകുന്ന. ഇപ്പൊ നമ്മുടെ ചില സഹോദരിമാർ ഇല്ലേ, ചില ആളുകൾ ബാഗിൽ എപ്പോഴും ഇങ്ങനെ എന്റെ ബാഗിൽ ഇന്നതാണ്, എന്റെ ഇന്നതാണ്, ചില ആളുകൾ അഭിമുഖം കൊടുക്കുമ്പോൾ പറയാനിട്ടില്ലേ, നിബിധങ്ങൾ കൊണ്ടു നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർമ്മയില്ലേ? ഒന്ന്, തലയിൽ തേക്കാൻ എണ്ണ കൊണ്ട് നടക്കാറുണ്ട്, കണ്ണാടി, ചീപ്പ്, അതുപോലെ അത്തർ, അതുപോലെ അറാക്ക്, ഇതെല്ലാം നിബിധങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഈ 6 സാധന നിബിധങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും.
അല്ല നിബിധങ്ങൾ പൗഡറും അതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ക്രീം, അത് ഫേസ് വാഷ്, അങ്ങനെ അതൊന്നും വേണം. നിബിധങ്ങൾക്കുള്ള സൗന്ദര്യമാണ് മുടി എങ്ങനെ ചീകി ഒതുക്കാൻ നിബിധങ്ങൾ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുടിയെ പരിപാലിച്ചിരുന്നു. നമ്മൾ അതിനെ പരിപാലിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മുടി ഇങ്ങനെ ഒന്ന് വെട്ടുമ്പോൾ, മുടി ഒന്ന് വളരുമ്പോൾ വെട്ടി ഒതുക്കുക, മുടി ഒന്ന് വെട്ടുക. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ, മുടിയുടെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേഗം നരയെ കുറിച്ച് വേഗം പറഞ്ഞു പോവാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ മുടി നരയ്ക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന, വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ താടിയോ മുടിയോ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, എടാ മുടി നരച്ചല്ലോ ഇല്ലേ? ഭാര്യ പറയും, മനുഷ്യങ്ങൾ കണ്ട എന്റെ താടി നരച്ചു. ഭർത്താവ് ഭാര്യയോട് പറയും, എടി നീ കണ്ട എന്റെ താടി നരച്ചു. ഭാര്യ എപ്പോഴെങ്കിലും മുടി നരച്ചപ്പോൾ മനുഷ്യങ്ങൾ കണ്ട എന്റെ മുടി നരച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയും പരിഭവം പറിച്ചില്ല. മുടി നരച്ചാൽ പിന്നെ നമുക്ക് വലിയ ടെൻഷനാണ്, ഒരു ബേജാറാണ്. എന്താണെന്നറിയില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ലോകത്ത് ആദ്യമായി മുടി നരച്ചത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ മുടി നരച്ചപ്പോൾ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വാപ്പ മുടിയുടെ കളർ മാറിയല്ലേ, ഇതെന്താ അത്? അപ്പൊ ഇബ്രാഹിം നബിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി ചോദിച്ചു, റബ്ബേ എന്റെ മുടി ഒരെണ്ണം വെളുത്തല്ലോ, ഇതെന്താ സംഭവം? മുടി നരച്ചല്ലോ, ഇതെന്താ സംഭവം? അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു, ഹാദാ വക്കാർ, ഇത് വക്കാറാണ്. വക്കാർ എന്ന് പറഞ്ഞാൽ ഒരു യശസ്സാണ്, ഒരു എന്താ പറയാ, ഒരു വക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജനങ്ങൾക്കിടയിൽ ഒരു ഉയർന്ന ആളാവുക, ഒരു യശസ്, ഒരു അഭിമാനം ഉണ്ടാവുക, അതൊക്കെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മുടി നരച്ചത് കണ്ടപ്പോ റബ്ബ് ഉത്തരം പറഞ്ഞ ആദ്യമായി ചോദിച്ച ചോദ്യം എന്താണെന്നോ, അല്ലാഹുമ്മ റബ്ബി സിദ്നി വഖാറ, പടച്ചവനെ ഈ നരയെ നീ എനിക്ക് അധികരിപ്പിച്ചു തരണേ അല്ലാ, നമ്മൾ പടച്ചവനെ ഒന്ന് കറുപ്പിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ ദുആരക്കണം. പക്ഷെ ഇബ്രാഹിം നബി ദുആ ചെയ്ത് ലോകത്ത് ആദ്യമായി മുടി നരച്ചപ്പോ ഇബ്രാഹിം നബി ദുആ ചെയ്ത് നരയെ അധികരിപ്പിക്കണേ. എന്തുകൊണ്ടാണ്? പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളുടെ മുടി ഒരാൾ നരയ്ക്കുകയാണ്. ഒരാളുടെ മുടി നരച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുടി നരച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നരച്ചപ്പോ തന്റെ ഇഷ്ടതോടനായ വലം കൈയായ റൈറ്റ് ഹാൻഡായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ മുടി നരച്ചല്ലോ നബിയെ, എന്തു പറ്റി? നബി തങ്ങൾ കരഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ 4 സൂറത്ത് ഇറങ്ങിയപ്പോ, ഏതൊക്കെയാണ്? പരിശുദ്ധമായ സൂറത്തുൽ ഹൂദ് ഇറങ്ങിയപ്പോ, സൂറത്തുൻ നബ, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൽ വാഖിയ, ഈ 4 സൂറത്ത് ഇറങ്ങിയപ്പോ അതിന്റെ ആശയത്തെ, അതിന്റെ അർത്ഥതലങ്ങളെ ചിന്തിച്ച് മനസ്സിന് വല്ലാത്ത ഡിപ്രഷനായി, മനസ്സിന് വല്ലാത്ത ബേജാറായി എന്റെ മുടി നരച്ചു എന്നാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് മഹാരഥന്മാർ പറയുന്നു, ടെൻഷൻ ഉണ്ടായാൽ, ബേജാറുണ്ടായാൽ, ഡിപ്രഷൻ ഉണ്ടായാൽ, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ, എപ്പോഴും സങ്കടം വന്നാൽ ആ മനുഷ്യന് എന്തുണ്ടാകും? മുടി നരയ്ക്കും. അധിക ജോലി ചെയ്യുമ്പോൾ അധികമായി ഇങ്ങനെ ചിന്ത, ചില ആളുകൾ കണ്ടില്ലേ, ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ചില ആളുകൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനൊക്കെ ഇങ്ങനെ അമിതമായി പണിയെടുക്കുമ്പോൾ മുടി വേഗം നരയ്ക്കും. അത് ചിന്ത ഇങ്ങനെ കയറുന്നത് കൊണ്ടാണ്. മുത്തനബി തങ്ങൾ ഈ 4 സൂറത്തുകളൊക്കെ ആലോചിച്ച മുടി നരച്ചു എന്ന് ഹദീസുകൾ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മുടി നരച്ചാൽ, താടി നരച്ചാൽ, മീശ നരച്ചാൽ പിഴുതു കളയാൻ പാടില്ല. നഹാ റസൂലുള്ളാഹ്, മുത്തനബി തങ്ങൾ അതിനെ നിരോധിച്ചു. ഉമ്മമാരെ, സഹോദരിമാരെ, തലമുടി നരച്ചാൽ, സഹോദര വാപ്പമാരെ, താടി നരച്ചാൽ, മീശ നരച്ചാൽ പിഴുതു കളയാൻ പാടില്ല. നബി തങ്ങൾ നിരോധിച്ച കാര്യമാണ്. അത് മാത്രമല്ല, ഒരാളുടെ മുടി നരച്ചുമ്മ, നിങ്ങളുടെ ഒരു മുടി നരച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നന്മ എഴുതും, ഒരു തിന്മയെ മാച്ചുകളയും, നിങ്ങൾക്കൊരു ദർജ നാളെ അള്ളാഹു ഉയർത്തുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അബുസ്താദെ, മുടി നരച്ചാൽ ഇതൊക്കെ നന്മയുണ്ട്, ശരി തന്നെ. എന്നാൽ മഹാരഥന്മാരാകുന്ന ദൈറമി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഒരാളുടെ മുടിയുടെ മുൻഭാഗം നരച്ചാൽ, ചില ആൾക്ക് മുന്നിൽ മാത്രമേ നരയ്ക്കുള്ളൂ, അങ്ങനെ നരച്ചാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ആ മനുഷ്യന് അനുഗ്രഹങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ വരാനുണ്ട്, ഉള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയാണ്, അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് ആ മുൻഭാഗം നരച്ചാലെന്ന് മഹാരഥന്മാർ. ഇനി പിൻഭാഗമാണ് വേഗം നരയ്ക്കുന്നതെങ്കിൽ അവന് ദുശ്ശഗുണമാണ്, പ്രശ്നങ്ങളാണ്, സൂക്ഷിക്കണം, അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കണം, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അവന് വലിയ ഉയർച്ചകൾ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അള്ളാഹിലേക്ക് കൂടുതൽ അടുത്തോ എന്നാണ് അടയാളം. അതുപോലെ മനുഷ്യന്റെ കൃതാപ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇങ്ങനെ നരച്ചാൽ അത് ഔദാര്യമാണ്. ഔദാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കരുണ കാണിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ കരുണ ഉണ്ടാകുന്ന സമയമാണ്. അവനോട് മറ്റുള്ള കരുണ കാണിക്കുന്ന ഔദാര്യത്തിന്റെ അടയാളമാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഇനി ഒരാളുടെ ഈ ഉച്ചിയുടെ ഭാഗമാണെങ്കിൽ അത് ധീരതയെ കുറിക്കുന്നു എന്നൊക്കെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മരണത്തിന് 3 അടയാളങ്ങൾ ഉണ്ടെന്നാണ്. മരണം നമ്മിലേക്ക് സമാഗതമാകുന്നതിന് 3 അടയാളങ്ങൾ വരാനുണ്ട്. അതിലൊന്ന് മുടി നരയ്ക്കലാണ്. മുടി നരയ്ക്കുമ്പോൾ മരിക്കാൻ സമയമായി ചിന്തിച്ചോണം. അപ്പൊ നരയ്ക്കാതെ മരിക്കൂല ഉസ്താദ്, അത് മരിക്കും. നരച്ചവർ ചിന്തിച്ചോ, ഇനി അധികം ഒന്നും നമുക്ക് വിസയ്ക്ക് കാലാവധിയില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുടി നരയ്ക്കുന്നത് വരെ
ഒരാളെ കൂലിക്ക് നിർത്തിയിരുന്നു. ഉമറേ, നീ മരിക്കും, മരണം നിനക്കുണ്ട്, ഖബർ നിനക്കുണ്ട്, പരലോകമുണ്ടെന്ന് പറയാൻ ഒരു സുപ്രഭാതത്തെ രാവിലെ എഴുന്നേറ്റ് ഉമർ തങ്ങൾ കണ്ണാടി നോക്കി ഉടനെ വേലക്കാൻ വിളിച്ചു, ഇനി നിനക്ക് ജോലിയില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അതെന്താ ഉമർ തങ്ങളെ, ഞാൻ എങ്ങോട്ടാ പോവാ, എന്താ നിങ്ങൾ എന്നെ ജോലി വേണ്ടാന്ന് പറഞ്ഞ്, ഞാൻ എന്തെങ്കിലും അശ്രദ്ധമായി ചെയ്തോ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, അതുകൊണ്ടല്ല, ദേ എന്റെ താടി നരച്ചിട്ടുണ്ട്, മുടിയുടെ നരച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പ്രശ്നമില്ല, ഇനി എനിക്കത് സ്വന്തമായി തിരിച്ചറിയാൻ അടയാളമായി, ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നര നമുക്ക് അനുഗ്രഹമാണ്. ആ നരയെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യില്ല, അതിൽ ആ നരയെ നമ്മൾ എന്ത് ചെയ്യാൻ, പൊഴുത് കളയാൻ പാടില്ല, ആ നരയെ നമ്മൾ കറുപ്പിക്കാൻ പാടില്ല. ആ നരയെ നമ്മൾ കറുപ്പിച്ചാൽ അത് ഹറാമാണ്. ശതം മുടി കറുപ്പിക്കുന്നതിനെ പറ്റി ഈ എന്താ പറയുക, വെപ്പ് മുടി വെക്കാൻ പറ്റുമോ, ക്യാൻസർ രോഗികൾക്ക് ഈ മുടി ദാനം കൊടുക്കാൻ പറ്റുമോ, രാത്രി മുടി ഈഴാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങിയ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഉടനെ നിങ്ങളിലേക്ക് എത്തും. തൽക്കാലം നമ്മൾ കുറഞ്ഞ സമയം 10 മിനിറ്റ് ഒതുങ്ങി, ഇപ്പൊ തന്നെ 10 മിനിറ്റ് അധികമായെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നരയെ സൂക്ഷിക്കുക, ആ നരയെ പൊന്നുപോലെ കൊണ്ടു നടക്കുക. നാളെ പടച്ചവന്റെ പരലോകത്തിലേക്കുള്ള വെളിച്ചമാണ് നരയെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പഠിക്കാനും നല്ലത് മനസ്സിലാക്കാനും ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള അറിവുകൾക്കായി ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷബീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ബദറിൻ തീരം എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ, ചരിത്രങ്ങൾ, കിസ്സകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹ് ഭാഗ്യം തരട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.